ഹായ്, ദിസ് ഈസ് അബ്ദുൽ ഷഹീദ്. എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? അപ്പോൾ ബേസിക്കലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഏതൊരു ബിസിനസ് ആണെങ്കിലും, അതായത് അത് പ്രോഡക്റ്റ് ബേസ്ഡ് ബിസിനസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സർവീസ് ബേസ്ഡ് ബിസിനസ് ആയിക്കോട്ടെ, ഏതൊരു ബിസിനസ് ആണെങ്കിലും അതിനെ ഡിജിറ്റൽ ചാനൽസ് ത്രൂ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതി, അതായത് ഡിജിറ്റലി പ്രൊമോട്ട് ചെയ്യുന്ന രീതിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിജിറ്റൽ ചാനൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഡിജിറ്റൽ ചാനൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ബേസിക്കലി ഏതൊരു ബിസിനസ്സിനാണെങ്കിലും നമുക്ക് വെബ്സൈറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ചാനൽസ് ഉണ്ടാവും, ഈവൻ അപ്ലിക്കേഷൻസ് വരെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഡിജിറ്റൽ ചാനൽസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഡിജിറ്റലി നമ്മുടെ ഒരു ബ്രാൻഡിനെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സ് ആണ്. ഒന്നാമത്തത് ഗ്ലോബൽ റീച്ച്. ഗ്ലോബൽ റീച്ചോട് ഉദ്ദേശിക്കുന്നത് ഏതൊരു ബിസിനസ്സിനാണെങ്കിലും നമുക്കതിനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ലൊക്കേഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ലൊക്കേഷൻ ബേസിസിൽ നമുക്ക് ഹയർ ലെവലിലോട്ട് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. അത് ഈവൻ ഒരു ചെറിയ ലൊക്കേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു വലിയ ലൊക്കേഷൻ ആണെങ്കിലും ഒരു രാജ്യത്തുടനീളം നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ ടാർഗറ്റ് ചെയ്യണമെങ്കിലും എങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ട്രഡീഷണൽ മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. മൂന്നാമത്തത് ടാർഗറ്റ് ഓഡിയൻസ്. ഡിജിറ്റലി നമ്മൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിലോട്ട് എത്താൻ വളരെ എളുപ്പമാണ്. നമുക്ക് ടാർഗറ്റ് ഓഡിയൻസിനെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിലോട്ട് നമ്മുടെ ബിസിനസ്സിനെയോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിനെയോ അല്ലെങ്കിൽ നമ്മുടെ സർവീസിനെയോ ഈസി ആയിട്ട് നമുക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നാലാമത്തത് മെഷറബിൾ റിസൾട്ട്. അതായത് നമ്മളിപ്പോൾ എന്ത് തന്നെ ചെയ്യുകയാണെങ്കിലും, ഈവൻ നമ്മളൊരു പോസ്റ്റ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്കതിൻ്റെ റിസൾട്ട് മെഷർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഈവൻ നമ്മുടെ KPI യൂസ് ചെയ്തുകൊണ്ട്, അതായത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയും, അതായത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയുടെയും റിസൾട്ട് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കുറച്ച് കമ്പോണൻസ് ആണ്. ദ ഫസ്റ്റ് വൺ ഈസ് SEO, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. അപ്പോൾ എന്താണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ നോക്കുമ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ വെബ്സൈറ്റിൻ്റെ സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജിൽ അതിൻ്റെ വിസിബിലിറ്റി കൂട്ടാം. അതായത് ഓർഗാനിക്കലി നമുക്ക് നമ്മുടെ കീവേഡ്സ് വെച്ചുകൊണ്ട് നമുക്ക് അതിനെ റാങ്ക് ചെയ്യിപ്പിക്കുന്ന രീതിയാണ്, അതായത് ഓർഗാനിക്കലി ചെയ്യുന്ന ഒരു രീതിയാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ദ സെക്കൻഡ് വൺ ഈസ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ സോഷ്യൽ മീഡിയ ചാനൽസ് ത്രൂ ഓർഗാനിക് കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്ത് അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയാണ്. അതായത് കംപ്ലീറ്റ്ലി ഓർഗാനിക് ആയിരിക്കും. അപ്പോൾ ഈവൻ നമ്മൾ പോസ്റ്റേഴ്സ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഓർഗാനിക് ആയിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓർഗാനിക് കണ്ടൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ചെയ്യുന്ന രീതിയാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പെയ്ഡ് മീഡിയ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്ലാറ്റ്ഫോം വൈസ് വരുമ്പോൾ 2 പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതായത് ഗൂഗിളിൻ്റെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, മെറ്റയുടെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പോൾ ഗൂഗിളിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് നമുക്ക് യൂട്യൂബ്, ജിമെയിൽ, ഗൂഗിൾ സെർച്ച് എക്സെട്ര ഉള്ള കാര്യങ്ങൾ ഗൂഗിളിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. മെറ്റയുടെ പ്ലാറ്റ്ഫോമിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ത്രെഡ്സ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ മെറ്റയുടെ പ്ലാറ്റ്ഫോംസിലുണ്ട്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമുകളിലോട്ട് നമ്മൾ പേ ചെയ്തുകൊണ്ട്, നമ്മൾ പൈസ കൊടുത്തുകൊണ്ട് നമ്മുടെ ബിസിനസ്സിനെ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിലോട്ട് എത്തിക്കുന്ന ഒരു രീതിയാണ് പെയ്ഡ് മീഡിയ എന്നുകൊണ്ട് പറയുന്നത്. ആൻഡ് ഫോർത്ത് വൺ ഈസ് ഇമെയിൽ മാർക്കറ്റിംഗ്. അപ്പോൾ ഇമെയിൽ മാർക്കറ്റിംഗ് എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രൊമോഷനെ അല്ലെങ്കിൽ നമ്മുടെ ഒരു മെസ്സേജിനെ ഇമെയിൽ ത്രൂ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിലോട്ട് എത്തിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഡിജിറ്റൽ ചാനൽസ് വഴി, വിച്ച് മീൻസ് SEO, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, പെയ്ഡ് മീഡിയ, ഇങ്ങനെയുള്ള ഡിജിറ്റൽ ചാനൽസ് വഴി നമ്മുടെ ഒരു ബിസിനസ്സിനെ ഡിജിറ്റലി പ്രൊമോട്ട് ചെയ്യുന്ന രീതിയാണ്, നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിലോട്ട് ഡിജിറ്റലി എത്തിക്കുന്ന രീതിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള മാർക്കറ്റിംഗ് റിലേറ്റഡ് ടോപ്പിക്സ് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ.